നമുക്ക് വേദയുടെയും വിക്രത്തിന്റെയും നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അപ്പൊ ഇതിന് മുമ്പത്തെ കഥകൾ ഞാൻ ചാനലിനകത്ത് ഇന്ന് രാവിലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് കാണാൻ താല്പര്യമുള്ളവർ കയറി കാണാൻ ശ്രമിക്കണേ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ഗൗരിക്കുട്ടി കട്ടിനടി കയറിയിരിക്കണം. അപ്പോഴേക്കും ഷീലാമ്മ എങ്ങോട്ടേക്ക് വന്നു. ഷീല വന്നിട്ട് ചോദിച്ചു, എന്താ അവിടെ എന്തെടുക്കുവാന്ന് ചോദിച്ചു. അപ്പൊ ഗൗരിയുടെ ആയാണ്, വീട്ടുജോലികളൊക്കെ ചെയ്യുന്നവളാണ് ഷീല. ഞാനിവിടെ ഒരു സാധനം എടുക്കുക. അതെ, ഷീലാമ്മയ്ക്ക് ഇന്ന് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എന്തും ഇത് എടുക്കാൻ പറഞ്ഞു. ഒരു ചെറിയ പെട്ടിയായിരുന്നു, ഇതങ്ങ് നീക്കി വെച്ച് കൊടുത്തു. ഒടുവിൽ അതെടുത്തു. അതെടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും ടേബിളിലേക്കല്ല കട്ടിലേക്ക് എടുത്തു വെക്കാനായിട്ട് പറഞ്ഞു. എടുത്തു വെച്ച് കഴിഞ്ഞിട്ട് ഗൗരിക്കുട്ടിയെ തുറക്കുവാണ്. തുറന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് കുറേ സാധനങ്ങളുണ്ട്. ഇതെന്തിനാ എല്ലാം വലിച്ചെടുക്കുന്നത്? ഇപ്പം ഞാനിവിടെ അടിച്ചു വാരിക്കൊണ്ട് വരുന്നല്ലേ ഉള്ളൂ. അതേ, ഇന്നിവിടെ ഒരാൾ വരും, അയാളെ തുരത്താനാ. ആരെ? ഷീലാമ്മ, ചമ്പുകൻ എന്ന് കേട്ടിട്ടുണ്ടോ? ചമ്പുകനോ? അതാരാ? കാർട്ടൂണിനകത്തുള്ള ഒരു രാക്ഷസനാ. അവനെ ഓടിക്കാനായിട്ട് കടകൻ ഇങ്ങനെ ചില വിദ്യകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ചില കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യേണ്ടതുണ്ടെന്ന് പറഞ്ഞു. അതേനെ, അയാളെ ഓടിക്കാനുള്ള വിദ്യകളാ ഇതൊക്കെ വെച്ച് ഞാൻ അയാളെ വീട്ടിൽ നിന്ന് ഓടിക്കും, ആ രാക്ഷസനെ ഓടിക്കും എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വേദയുടെ വിളി വന്നു. ഗൗരിമോളെ എന്ന് പറഞ്ഞുകൊണ്ട്, അമ്മ വിളിക്കുന്നുണ്ട്, ഞാനങ്ങ് ചെല്ലട്ടെ, ആരോടും പറയരുത് കേട്ടോ എന്ന് പറഞ്ഞു. ഷീല പറഞ്ഞു, ഇല്ല എന്ന് പറഞ്ഞു. അവളങ്ങോട്ട് ഓടിച്ചെന്നപ്പോഴത്തേനും വേദ ചോദിച്ചു, അല്ല നീ ഇത് എവിടെ ആയിരുന്നു? ഞാനകത്തുണ്ടായിരുന്നു. എന്തോ ഒരു കള്ളലക്ഷണം ഉണ്ടല്ലോ ഗൗരിമോളുടെ മുഖത്ത്. ഒന്നുമില്ലമ്മേ, എങ്കിൽ വാ ആഹാരം കഴിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ആഹാരം കഴിക്കാണ്ട് കൊണ്ടുപോയി ആഹാരം വാരി കൊടുക്കണ സമയത്ത് വേദ പറഞ്ഞു, അതെ മോൾക്കറിയാലോ ഇന്ന് മോളെ നോക്കാനായിട്ട് ഒരാൾ വരുമെന്നു. എനിക്കിഷ്ടമില്ല. അങ്ങനൊന്നും പറയരുത്, അമ്മയല്ലേ പറഞ്ഞത് ആരെയും വിശ്വസിക്കരുതെന്ന്. ഈ വരുന്ന അയാളെ എന്നെ ഉപദ്രവിക്കില്ലെന്ന് ആര് കണ്ടു? എന്നെ അടിക്കുകയൊന്നും ചെയ്യത്തില്ല എന്ന്. അത് പിന്നെ മോളെ ഒന്നും ചെയ്യത്തില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മോളെ പറപ്പിക്കില്ലേ? അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന ആളെ തരുൺ കൊണ്ടുവരുന്ന മോൾക്ക് തോന്നുന്നുണ്ടോ? അപ്പം അയാൾ എന്നെ ഒന്നും ചെയ്യത്തില്ലല്ലേ? ചെയ്യത്തില്ലെന്നേ. അപ്പം എനിക്ക് അയാളെ വിശ്വസിക്കാവോ? വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു, വേണ്ട, എനിക്ക് അയാളെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. അതെന്താ? എനിക്ക് അയാളെ ഇഷ്ടമില്ല, ഞാൻ അയാളെ ഓടിക്കും. അയ്യോ, അങ്ങനൊന്നും പറയരുത് കേട്ടോ, ഓടിക്കാനൊന്നും ശ്രമിക്കരുത്, മോള് നല്ല കുട്ടിയല്ലേ എന്ന് ചോദിച്ചു. അമ്മ നേരത്തെ പറഞ്ഞൊരു കഥയില്ലേ, അതിനകത്ത് വേതാളമില്ലേന്ന് ചോദിച്ചു. ഉണ്ട്. അതെ, അങ്ങനെ എങ്ങാനും വേതാളത്തിനോട് പെരുമാറാനായിട്ട് ആ രാജാവ് വന്ന പോലെ എന്തെങ്കിലും പെരുമാറുവാണെങ്കിൽ ഞാൻ വെട്ടി വീഴ്ത്തു എന്ന് പറഞ്ഞു. അയ്യോ, അങ്ങനെയൊന്നും പറയില്ല, രാജാവ് പാവം അല്ലേന്ന് ചോദിച്ചു. പാവോ? എന്നിട്ടാണോ വേതാളത്തിനോട് എപ്പോഴും വഴക്കുണ്ടാക്കണേ? അത് സ്നേഹം കൊണ്ടുള്ള വഴക്കല്ലേന്ന് ചോദിച്ചു. സ്നേഹം കൊണ്ടുള്ള വഴക്കോ? അങ്ങനെയും വഴക്കുണ്ടാക്കുമോ? പിന്നല്ലാതെ സ്നേഹം കൊണ്ട് വഴക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും. മോളിവിടെ അങ്ങനെയൊന്നും ചിന്തിക്കുക പോലും ചെയ്തേക്കല്ലേ. വരുന്ന ആളിനെ ഓടിക്കാൻ ശ്രമിക്കരുത്. ഉറപ്പാണ്? ഞാനിന്ന് ആലോചിക്കട്ടെ. ഗൗരി മോൾക്ക് അത്ര ഉറപ്പില്ലായിരുന്നു ആ കാര്യത്തിൽ. പിന്നീട് വിക്രം ആദ്യ ദിവസം ഡ്യൂട്ടിക്കായിട്ട് പുറപ്പെടുവാണ്. അപ്പോൾ കൂടെ ആമയുണ്ടായിരുന്നു. അപ്പോൾ ആമയെ ബസ് സ്റ്റോപ്പ് വരെ ഇറക്കി വിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് ആമ പറഞ്ഞു, ഇന്ന് വിക്രം ഭയങ്കര ഉത്സാഹവാനാണല്ലോ എന്ന് പറഞ്ഞു. അതെന്താ അങ്ങനെ? അല്ല, ഇന്ന് ജോലിക്ക് പോകുന്നതിൻ്റെ ത്രില്ലാണോ എന്ന് ചോദിച്ചു. അങ്ങനെ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ അവർ ബസ് സ്റ്റോപ്പിലെത്തി കഴിഞ്ഞപ്പോഴത്തേനും ആമ ഒരു നിമിഷം വിക്രത്തിന് മുഖത്തേക്ക് നോക്കി. എന്നിട്ട് പറഞ്ഞു, അതെ, എനിക്ക് തോന്നുന്നുണ്ട് വിക്രത്തിന് എന്തോ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്ന്. ചിലപ്പോൾ ശരിയായിരിക്കും. അതെന്താ? ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടെന്ന് പറഞ്ഞു. സ്വപ്നമോ? അതെ, ചില സ്വപ്നങ്ങൾ ചിലപ്പോൾ നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് ചെയ്യുമ്പോൾ അത് മറന്നു പോവില്ലേ? നമ്മൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചാലും നമുക്ക് കിട്ടത്തില്ലോ, അതുപോലെ ഒന്ന്. പക്ഷേ ആ സ്വപ്നം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഇന്ന് കാണാൻ പോകുന്ന ആ കുട്ടി എൻ്റെ ആരോ വന്ന് എത്രയും പെട്ടെന്ന് അതിൻ്റെ അടുത്തേക്ക് പോകണമെന്നൊക്കെ ഒരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു ത്രില്ലാന്ന് പറഞ്ഞു. ആഹാ, അത് കൊള്ളാലോ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഗസ് അടിക്കട്ടെ എന്ന് ചോദിച്ചു. എന്താ? ഇന്ന് വിക്രം ജോലിക്ക് പോകുന്നില്ലേ? അവിടെ പോലീസാൻ്റെ വീട്ടിലേക്ക് അവിടെ ചെന്ന് മോളെയും കൂട്ടി സ്കൂളിലേക്ക് പോന്നു. അവിടെ ചെന്ന് കഴിഞ്ഞ് മോളെ ഇറക്കി വിടാൻ തുടങ്ങുമ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് അവരെ കാണുന്നത്. ആരെ? വേദയെ. അവിടുത്തെ ടീച്ചറായിട്ട് വേദ. കൊള്ളാം, UKG ടീച്ചറായിട്ട് വേദയോ? ഗസ് എന്താണെങ്കിലും പണി വാളിച്ചെന്ന് പറഞ്ഞു. അതെന്താ വിക്രം അങ്ങനെ പറഞ്ഞേ? അവൾ ഈ നാട്ടിൽ വന്നിട്ട് എന്നെ കാണാതിരിക്കുമോ? അത് മാത്രമല്ല, അവൾക്കൊരു UKG ടീച്ചർ ആവേണ്ട കാര്യമൊന്നുമില്ല. അവളുടെ പ്രൊഫഷൻ എന്താണെന്ന് അറിയാലോ. അതുകൊണ്ട് അവൾ ഒരിക്കലും അങ്ങനെ ഒരു തീരുമാനം എടുക്കത്തില്ല. പിന്നെ ഇവിടെ വന്നിട്ട് എന്നെ കാണാതിരിക്കാന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് നടക്കുന്ന കാര്യമൊന്നുമില്ല ആമിന്ന് പറഞ്ഞു. എങ്കിൽ ശരിയാ, ആയിക്കോട്ടെ എന്ന് ആമി പറഞ്ഞു. അങ്ങനെ ഒടുവിൽ വിക്രം പോരുന്ന സമയത്താണ് ആൻഡ്രൂ സാറിൻ്റെ കോൾ വരുന്നത്. എടാ, നീ എവിടെ എത്തി? ഇത് ഞാൻ പോയിക്കൊണ്ടിരിക്കുവാന്ന് പറഞ്ഞു.
പിന്നെ നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? നീ അവിടെ ചെന്ന് കഴിയുമ്പോൾ നിന്റെ പേരും പശ്ചാത്തലവും ഒന്നും വെളിപ്പെടുത്തണ്ട. അതെന്താ സാർ അങ്ങനെ പറഞ്ഞേ? എടാ, ജയിലിൽ കിടന്ന ഒരാളാണ് തൻ്റെ മോളെ നോക്കാൻ വന്നതെന്ന് അറിയുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് കാണത്തില്ലേ? അത് ശരിയാണോ സാറേ? എൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ജോലിക്ക് കയറുന്നല്ലേ നല്ലത്. അവർക്ക് പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടായാലോ, അല്ലെങ്കിൽ എൻ്റെ ആധാർ കാർഡ് എന്തെങ്കിലും ചോദിച്ചാലോ, രേഖകൾ എന്തെങ്കിലും. എടാ, അങ്ങനെ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എൻ്റെ കൈ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി. തൽക്കാലത്തേക്ക് നമ്മൾ നമ്മുടെ രേഖകളൊന്നും വെളിപ്പെടുത്തണ്ട. അത് ശരിയാണ് സാറേ, നമ്മളവർ ചീറ്റ് ചെയ്യുന്നതിന് തുല്യമല്ലേ? എടാ, ആ പോലീസ് ഓഫീസർ മാത്രമല്ല അവിടെയുള്ളത്, അയാളുടെ ഭാര്യയും അമ്മയൊക്കെ ഉണ്ട്. ചിലപ്പോൾ അവർക്ക് പേടി കാണും ഇതുപോലെ ഒരാളെ മോളെ നോക്കാനായിട്ട് ഏൽപ്പിക്കുമ്പോൾ. അതുകൊണ്ട് അത് വേണ്ടാന്ന് പറഞ്ഞു. ശരി, സാറ് പറയുന്ന പോലെ ചെയ്യാന്ന് പറഞ്ഞു. അറിയാലോ, പേരും അഡ്രസ്സൊക്കെ മാറ്റി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ജയിലിൽ കിടക്കുന്നതൊന്നും ആരോടും പറയാൻ പോണ്ട, എന്തേലും വേറൊരു പേര് പറഞ്ഞാൽ മതി. അങ്ങനെ വിക്രം ആ കാര്യം സമ്മതിച്ചു. ഇതേ സമയത്ത് വേദ ഡ്രസ്സ് അയൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഫോൺ ബെല്ലിരിക്കുന്നത്. ഷീല ആ ഫോണും കൂടെ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഫോൺ എടുത്ത് വേദ സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വേദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. കാരണം വേദയോട് പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുക. ഒരു ഫാക്ടറി തീപിടുത്തം ഉണ്ടായി. അപ്പോൾ അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ വേദയ്ക്ക് പെട്ടെന്ന് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോഴേക്കും തരുൺ അങ്ങോട്ട് വന്നു. തരുൺ വന്നിട്ട് ചോദിച്ചു, എന്താ വേദ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ വേദ പറഞ്ഞു, അതെ, എന്നോട് പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, കാര്യം വെളിപ്പെടുത്തണം. അത് കേട്ടതും ഗൗരിമോള് പറഞ്ഞു, ഓഹോ, അപ്പം അമ്മ എനിക്ക് വേണ്ടി ഇന്ന് സംസാരിക്കാന്ന് പറഞ്ഞോ? അയാൾ വന്നു കഴിയുമ്പോൾ അയാളോട് കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞാലേ അമ്മ. എന്നിട്ട് അമ്മ പോകുവാണോന്ന് ചോദിച്ചു. മോളെ, എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. ഒരു ഫാക്ടറി വലിയ തീപിടുത്തം ഉണ്ടായിരിക്കുക. അപ്പോൾ അമ്മയുടെ അമ്മയോട് പറഞ്ഞിരിക്കുന്നത് എത്രയും പെട്ടെന്ന് അവിടെ റിപ്പോർട്ട് ചെയ്യാനായിട്ടാണ്. പോകാതിരുന്നിട്ടുണ്ടെങ്കിൽ ശരിയാവോ? ഓഹോ, അപ്പം അമ്മ എന്നെ ഇവിടെ ഇട്ടിട്ട് പോകുക അല്ലേ? അത് പിന്നെ അത്യാവശ്യമായിട്ടുണ്ട് അല്ലേ? അപ്പോഴേക്കും തരും പറഞ്ഞു, വേദ പോയിക്കോന്ന് പറഞ്ഞു. ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞു. വേദ പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറാനായിട്ട് അങ്ങോട്ട് പോയി. ആ സമയത്ത് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല മോൾക്ക്. അവൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. മോള് പിണങ്ങി മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ഇത്തിരി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും വേദ റെഡിയായിട്ട് വേദ അങ്ങോട്ട് പോവാണ്. വേദ പോയി പാസ് ചെയ്യുന്ന സമയത്ത് വിക്രം പാസ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ രണ്ടുപേരും പരസ്പരം കണ്ടതുമില്ല. കാരണം വേദയ്ക്ക് അറിയില്ലോ വിക്രം ആ സമയത്ത് അങ്ങനെ പോകുന്നു. അല്ലെങ്കിലും വിക്രത്തെ ഇപ്പോൾ കണ്ട പെട്ടെന്ന് തിരിച്ചറിയാനും പറ്റില്ല. കാരണം താടിയൊക്കെ ഷേവ് ചെയ്തൊരു രീതിയിലായിരുന്നു വിക്രത്തിൻ്റെ ഇപ്പോഴത്തെ പുതിയ ഒരു രീതി. ആ സമയത്ത് ഗൗരിമോള് മുറിയിൽ പോയിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഗൗരിമോളെ കാണാതെ വന്നു കഴിഞ്ഞപ്പോൾ അവിടേക്ക് അന്വേഷിച്ച് വരുവാണ് തരുണ് വന്നു കഴിഞ്ഞിട്ട് ഷീലോടിച്ചു, മോളെന്തേന്ന് ചോദിച്ചു. മുറിയിലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മിയമ്മ ഇത്തിരി പാല് കുടിപ്പിക്കാൻ വേണ്ടി കിടന്ന് പെടാപ്പാട് വിടുവാണ്. എന്ത് ചെയ്താൽ പാല് കുടിക്കാൻ തയ്യാറാകുന്നില്ല. ഉടനെ തരും പറഞ്ഞു, ഇതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം, അമ്മ പോയിക്കോളാൻ പറഞ്ഞു. ഒടുവിൽ തരും പറഞ്ഞു, മോളെ ഈ പാല് കുടിക്കാൻ പറഞ്ഞു. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അതെന്താ വേണ്ടാത്തേ? അമ്മ പോയില്ലേ, എന്നെ ആർക്കും ഇഷ്ടമില്ല. അതമ്മയ്ക്ക് തിരക്കുള്ളതുകൊണ്ടല്ലേ, അത്യാവശ്യമായിട്ട് ചെല്ലേണ്ടത് കൊണ്ടല്ലേ എന്ന് ചോദിച്ചു. വേണ്ട, കൂടുതലൊന്നും പറയണ്ട. എനിക്കറിയാം ആർക്കും എന്നെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. ആ ചമ്പൂകൻ വരുമ്പോൾ അയാൾ ഓടിക്കണം എന്ന് കരുതിയിരുന്ന. ചമ്പൂകനോ? അതാരാ? ഈ അച്ഛനൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. അത് കാർട്ടൂണിലൊരു കഥാപാത്രമാണെന്ന് പറഞ്ഞു. ഓ, കാർട്ടൂൺ അല്ലേ? അച്ഛനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അച്ഛൻ എന്നെ കാർട്ടൂൺ കാണുമോ എന്ന് ചോദിച്ചു. അച്ഛൻ എപ്പോഴും ന്യൂസോ അതോ ഇതൊക്കെ, വല്ലപ്പോഴും കാർട്ടൂണും കൂടെ ഒന്ന് കാണണം. എങ്കിലും എനിത്തോട്ട് ഞാൻ കണ്ടോളാം. അല്ല, ഏത് കാർട്ടൂണാ കാണണ്ടേ? അയ്യോ, അച്ഛനൊന്നും കാണണ്ടായേ, കാണാതിരിക്കുന്ന നല്ലതെന്ന് പറഞ്ഞു. ഇതെന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു. മോളെ, തൽക്കാലത്തേക്ക് നീ പാലൊന്ന് കുടിക്കുക. ഇതേ വേണ്ട, പാല് കുടിക്കണ്ടെന്ന് പറഞ്ഞു. അല്ല, ഇപ്പം എന്താ പ്രശ്നം? ഇപ്പം അച്ഛനാ എൻ്റെ പ്രശ്നം. അച്ഛൻ കാരണമല്ലേ ആ ചമ്പൂകൻ ഇങ്ങോട്ടേക്ക് വരുന്നേ. അച്ഛന് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അയ്യോ, അതൊരു പാവ ആളാന്ന് പറഞ്ഞു. മോളൊന്നും ചെയ്യത്തില്ല. പിന്നെ അയാൾ വന്നിട്ട് എന്നോട് അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് പോകലെന്നൊക്കെ പറയും. അങ്ങനെയൊന്നും ഇല്ലാന്നേ, അച്ഛനേക്കാളും പാവ. പിന്നെ അതൊക്കെ അച്ഛൻ്റെ തോന്നലല്ലേ എന്ന് പറഞ്ഞു. ഒടുവിൽ ഗൗരിമോൾ അങ്ങോട്ട് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ തരും പറഞ്ഞു, ഈ പാല് കുടിച്ചിട്ട് അച്ഛാ ഇങ്ങനെയാണോ പാല് കൊണ്ടു തരുന്നത്? ഇതിനകത്തൊരു പൊടി കലക്കും, അതുപോലും അച്ഛൻ അറിയില്ലേന്ന് ചോദിച്ചു. അതും പറഞ്ഞ് ഗൗരിമോൾ പുറത്തേക്ക് ഇറങ്ങി ഓടിപ്പോയി. ഓ, ഇങ്ങനെയൊക്കെ ഉണ്ടോ? തരുണതൊന്നും അറിയത്തുണ്ടായിരുന്നില്ല. അങ്ങനെ ഗൗരിമോൾ പുറത്തേക്ക് ഓടി ചെല്ലുമ്പോഴത്തേനുമാണ് വിക്രം ബൈക്കിനെ അങ്ങോട്ടേക്ക് വരുന്നത്. വിക്രം ബൈക്കിന് വന്ന് ഇറങ്ങുമ്പോഴത്തേനും ഗൗരിമോൾ നോക്കി. ചമ്പൂകൻ വരുന്ന പോലെയാണ് തോന്നുന്നത്, രാക്ഷസം വരുന്ന പോലെ തോന്നുവാണ്. പെട്ടെന്ന് ഗൗരിമോൾ ചമ്പൂകൻ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലറി വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ഓടിപ്പോവാണ്. തരുൺ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. തരുൺ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വിക്രം ചോദിച്ചു, മോളാണ് എപ്പോഴെന്ന് പോയെന്ന് ചോദിച്ചു. അതെ, അവളെ കാർട്ടൂൺ കണ്ടിട്ട് കാർട്ടൂണിലെ ചമ്പൂകൻ എന്നും പറഞ്ഞുകൊണ്ട് ഓടിപ്പോയെന്ന് പറഞ്ഞു. അതൊന്നും കാര്യമാക്കണ്ടല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ പേര് തരുണ്. അപ്പോഴേക്കും വിക്രം ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു, എൻ്റെ പേര് വിശ്വം എന്ന് പറഞ്ഞു. പേര് മാറ്റിയാണ് പറയണേ. പിന്നെ മോളിത്തിരി കുസൃതിയാ, അതൊക്കെ ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. അപ്പോഴേക്കും മോൾ ഓടി ഗൗരിമോൾ വന്നു. മോളുടെ കയ്യിൽ
ഒരു വാട്ടർ തോക്ക് ഉണ്ടായിരുന്നു. അതിനകത്തൊന്ന് വാട്ടർ ഇങ്ങനെ ചീറ്റിക്കുവാണ്. അത് വിക്രത്തിന്റെ നെഞ്ചിലേക്ക്. വിക്രം പെട്ടെന്ന് നെഞ്ചും പൊത്തിക്കൊണ്ട് താഴേക്ക് വീണു. അപ്പോഴേക്കും തരുൺ ഇങ്ങനെ നോക്കിയിട്ട് ചോദിച്ചു, എന്താ മോളെ അങ്കിളുടെ മേത്ത് മൊത്തം വെള്ളം ആയാലോ എന്ന് ചോദിച്ചു. ഗൗരിമോള് പെട്ടെന്ന് അകത്തേക്ക് കയറി ഓടിപ്പോയി. വിക്രം പറഞ്ഞു, അതൊന്നും സാരമില്ല സാറേന്ന് പറഞ്ഞു. കുട്ടിയല്ലേ എന്ന് ചോദിച്ചു. പിന്നെ വിക്രം, എനിക്കും ഇപ്പം തന്നെ പോകേണ്ടതായിട്ട് വരും. പിന്നെ അറിയാലോ മോളെ കൃത്യമായിട്ട് സ്കൂളിൽ കൊണ്ടേ ആക്കണം, തിരിച്ചു കൊണ്ടുവരികയും ചെയ്യണം. ഞാൻ മോളെ കൊണ്ടേ അയക്കണം. സ്കൂൾ ബസ് വരും, പക്ഷെ ഒന്ന് ഫോളോ ചെയ്യണം, സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. തിരിച്ചു വരുമ്പോഴും അതുപോലെ തന്നെ വേണം. പിന്നെ എന്തെങ്കിലും ഒരു ആക്രമണം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും മോളുടെ മുന്നിൽ വെച്ച് ഫൈറ്റ് ചെയ്യരുത്, അവൾ കാണാൻ ഇടവരരുത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാറി നടക്കാൻ ശ്രമിക്കണമെന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ ഏറ്റു സാർ, ധൈര്യമായിട്ട് പോയിക്കോളാൻ പറഞ്ഞു. കാര്യങ്ങളൊക്കെ അങ്ങനെ വിക്രത്തെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. അതേ സമയത്ത് ഗൗരിമോൾ അകത്തേക്ക് ഓടി കയറി വരിക. അപ്പോഴേക്കും ഷീലയോട് എന്നിട്ട് അവർ ചോദിച്ചു, സേതുലക്ഷ്മിയമ്മ ചോദിച്ചു, ഷീലെ മോൾക്ക് കൊണ്ടാളെല്ലാം എടുത്തു വെച്ചോന്ന് ചോദിച്ചു. അതിപ്പം തന്നെ എടുത്തു വെക്കാം. അല്ല ഇതൊന്നും ചെയ്യാതെയാണോ നീ ഇതിലൂടെ ചുമ്മാ ചുറ്റി നടിച്ച് നടക്കണമെന്ന് ചോദിച്ചു. എല്ലാം ഇപ്പം തന്നെ എടുത്തു വെക്കാം അമ്മയെന്ന് പറഞ്ഞു. എന്നാൽ മോൾക്കുള്ള പാലെടുത്ത് വെക്ക്, അതുകൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പാലെടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും സേതുലക്ഷ്മി അമ്മ എന്ത് ചെയ്തു, അപ്പോൾ പാലിനകത്ത് ഇടാനുള്ള ഹോർലിക്സും കാര്യങ്ങളുണ്ട്, അതെടുക്കാനായിട്ട് അങ്ങോട്ട് പോയി. അത് തുറന്നു പോയി കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒത്തിരി അളവ് കുറവാണ്. ഇതെന്താ ഷീലെ, മേടിച്ചിട്ട് 2 ദിവസം ആയുള്ളല്ലോ, ഇത്ര പെട്ടെന്ന് തീർന്നല്ലോ എന്ന് പറഞ്ഞു. അത് പിന്നെ ഇടയ്ക്ക് ഗൗരിമോള് വന്നത് കട്ട് തിന്നുന്നുണ്ടെന്ന് പറഞ്ഞു. കട്ട് തിന്നുന്നുണ്ടെന്നോ? അവൾക്ക് വാങ്ങിച്ച സാധനം അവൾ കട്ട് തിന്നുമെന്ന് ചോദിച്ചു. ഇത് ഗൗരിമോള് കേട്ടു. ഓഹോ, അപ്പം തനിക്കിട്ടാണ് പണി തരുന്നത്. അപ്പോഴേക്കും സേതുലക്ഷ്മി പറഞ്ഞു, എന്താണല്ലോ ആട്ടെ, നീ എടുത്തു വെക്കാൻ പറഞ്ഞിട്ട്. സേതുലക്ഷ്മി അമ്മ അപ്പുറത്തേക്ക് അങ്ങോട്ട് പോകുമ്പോഴത്തേനും ഗൗരിമോൾ എന്ത് ചെയ്തു, ഓടിപ്പോയി ലക്ഷ്മി അമ്മയുടെ ഫോൺ എടുക്കുകയാണ്. എന്തിനാ മോളെ ഫോൺ എന്തിനാന്ന് ചോദിച്ചു. ഒരാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ പോയി മറിഞ്ഞു നിന്നിട്ട് വീഡിയോ പിടിക്കുകയാണ്. ഷീല എന്ത് ചെയ്തു, ഗൗരിമോളുടെ ഗ്ലാസ്സിനകത്തേക്ക് ആ പൊടി ഇടുന്ന സമയത്ത് ഒരു 3-4 സ്പൂണ് വായിക്കകത്തേക്ക് ഇടുകയാണ്. ഓഹോ, കള്ളത്തരം കയ്യോടെ പിടികൂടണമല്ലോ. താൻ കട്ട് തിന്നുമെന്ന് പറഞ്ഞിട്ട് ആരാ കട്ട് തിന്നുന്ന കാണിച്ചു കൊടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് വിക്രത്തിൻ്റെ വേദയുടെ അല്ലേ മോള്. അപ്പം മോശമാകത്തില്ലോ. വീഡിയോ പിടിച്ചു തെളിവ് സഹിതം കാണിക്കാൻ വേണ്ടിയിട്ട്. ഈ സമയം ഷീല ഇതൊന്നും അറിയില്ലാതെ ആ പാൽ ഗ്ലാസ്സുമായിട്ട് അങ്ങോട്ടേക്ക് പോവാണ് ലക്ഷ്മിയമ്മയുടെ കൊടുക്കാനായിട്ട്. അതോടൊപ്പം തന്നെ വിക്രത്തിനുള്ള ചായയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നാലെ തന്നെ ഗൗരിമോളും ചെല്ലുവാണ്. എന്തായാലും ഷീലയ്ക്കിട്ട് പണി കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതിൻ്റെ കഥകളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.